വളരെ നല്ല രീതിയിൽ ലാഭം തരുന്ന ഒരു വലിയ ബിസിനസ് തന്നെയാണ് ക്രിപ്റ്റോ കറൻസി മൈനിങ്. വ്യത്യസ്ത വിലകളിലുള്ള ക്രിപ്റ്റോ കറൻസി മൈനിങ്ങുകൾ ഇന്ന് ലഭ്യമാണെങ്കിലും വളരെ ചെറിയ വിലക്കും ഏത് വീടുകളിലും ചെറിയ കറണ്ടിൽ വർക്ക് ചെയ്യിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു മൈനിങ് മെഷീനാണ് ഐസ് റിവർ KS0. അതുപോലെ തന്നെ KS0 Pro എന്ന് പറയുന്ന രണ്ട് മെഷീനുകൾ. ഇത് ഏകദേശം ഇന്ത്യൻ മണി പ്രകാരം 75,000-80,000 രൂപയുടെ ആ റേഞ്ചിൽ വില വരുന്ന ഒരു മെഷീനാണ്. ഇതിൻ്റെ ഹാഷ് പവർ എന്ന് പറയുന്നത് KS0ക്ക് 100 GHz പ്രോക്ക് 200 GHz. അത് വ്യത്യസ്തങ്ങളായ സെറ്റിങ്സുകൾ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഓവർ ക്ലോക്കിംഗ് എന്ന് പറയുന്ന രീതിയൊക്കെ സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ ഏകദേശം ഇരട്ടി വരെയൊക്കെ നമുക്ക് അതിൻ്റെ സ്പീഡ് മാറ്റാനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. അത് മെഷീനിന് അത്ര നല്ലൊരു പരിപാടിയല്ല എങ്കിലും ചെയ്യാവുന്നതാണ്. അതെങ്ങനെ ചെയ്യും എന്നതിൻ്റെ വീഡിയോ പിന്നീട് ഗ്രൂപ്പിൽ കാണിക്കുന്നതായിരിക്കും. ഇതേപോലെയുള്ള ഒരു AC അഡാപ്റ്റർ, നമ്മുടെ ലാപ്ടോപ്പിനൊക്കെ ഉപയോഗിക്കുന്നത് പോലത്തെ ഒരു അഡാപ്റ്റർ വെച്ചിട്ടാണ് ഇതിന് കറണ്ട് യൂസ് ചെയ്യുന്നത്. 65 വാട്ട്സ് ഏകദേശം 100 വാട്ട്സ് വരെയാണ് ഇതിന് കറണ്ട് എടുക്കുന്നത്. ചെറിയ ഒരു ഫാനിൻ്റെ നോയ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇതിനൊരു നെറ്റ് കണക്ഷനും ആവശ്യമുണ്ട്. നെറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് വലിയ നെറ്റൊന്നും വേണ്ട, പക്ഷേ ലാൻ പോർട്ട് വഴിയാണ് കൊടുക്കേണ്ടത്. ഇതാണ് ഐസ് റിവർ KS0 അല്ലെങ്കിൽ KS0 Pro. രണ്ടും ഏകദേശം കണ്ടാൽ ഒരുപോലെ തന്നെയാണ്. ഇതിൻ്റെ കൂടെ ഇതുപോലത്തെ ഒരു ചാർജറും കമ്പനി നൽകുന്നതായിരിക്കും. മറ്റു സംവിധാനങ്ങളൊന്നും ഇതിൻ്റെ കൂടെ ആവശ്യമില്ല. ഇതേപോലെയുള്ള ഒരു നെറ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു ലാൻ കേബിളാണ് പിന്നീട് വേണ്ടത്. അത് കമ്പനി ഒരു മീറ്റർ ചെറിയൊരു കേബിൾ നമ്മൾ ഇതിൻ്റെ കൂടെ നൽകും. അത് നമ്മുടെ സൗകര്യാർത്ഥം അതിൻ്റെ വലുതോ ചെറുതോ ഒക്കെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ ഒരുപാട് മെഷീനുകൾ ഒരുമിച്ച് ഒരു ട്രയൽ വെച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇന്ന് അതിന് പറ്റിയ ഉപകരണങ്ങളൊക്കെ ഇൻ്റർനെറ്റിലും അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടർ ഷോപ്പുകളിലൊക്കെ ലഭ്യമാണ്. ഈ ഉപകരണത്തിൽ നിന്ന് നമുക്ക് $1 അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് വരുമാനം ഡെയിലി വാങ്ങാൻ പറ്റും. ഇന്ത്യൻ മണി പ്രകാരം ഏകദേശം 100 രൂപയാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ്. KS0 Pro ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഡബിളാണ്. ഞാൻ പറയുന്നത് KS0യുടെ കഥയാണ്. ഇതേപോലെയുള്ള ഒരു നെറ്റ് കണക്ഷൻ നമ്മുടെ ഈ മെഷീനിൻ്റെ ലാൻ പോർട്ടിൽ കണക്ട് ചെയ്തുകൊണ്ട് അതേ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളിൽ അല്ലെങ്കിൽ മൊബൈലുകളിൽ നമുക്ക് IP അഡ്രസ്സ് ഉപയോഗിച്ചാണ് ഇതിൻ്റെ സെറ്റിങ്സിൽ മാറ്റം വരുത്താനും മറ്റുമൊക്കെ ചെയ്യാനുള്ളത്. അതേപോലെ തന്നെ ഇതിനൊരു USB പോർട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമുക്കൊരു USBയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാന് ഇതിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസ് കൂടും. മാത്രമല്ല ചൂടിനെ ഒരു പരിധിവരെ താങ്ങാനുള്ള കപ്പാസിറ്റി കുറച്ചുകൂടെ കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും. അത് വേണ്ട ആളുകൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് ഇൻ്റർനെറ്റിൽ അത്തരം ഫാനുകളും ലഭ്യമാണ്. ഇതിൻ്റെ കണക്ഷൻ കറണ്ട് ഓൺ ചെയ്യുകയും ലാൻ കണക്ഷൻ കണക്ട് ചെയ്യുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ഓൺ ചെയ്തുകൊണ്ടാണ് ഇനി അടുത്ത കാര്യങ്ങൾ ചെയ്യാനുള്ളത്. ആദ്യമായി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ IP അഡ്രസ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നതാണ്. ഇത് എന്നും എപ്പോഴും ഒരേ IP അഡ്രസ്സിലായിരിക്കില്ല വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 100, 198, 168 എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു 3-4 അക്കങ്ങളുണ്ടല്ലോ. ഇത് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഇൻ്റർനെറ്റിൽ നമുക്ക് ഇതുപോലത്തെ ഒരു സൈറ്റ്, ഇതിൻ്റെ സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് സ്കാൻ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. അത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അത് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടുള്ള ഓരോ ഡിവൈസുകളുടെയും IP അഡ്രസ്സ് നോക്കി മനസ്സിലാക്കാനാകും. അതോടൊപ്പം അതിൽ നിന്ന് നമ്മുടെ ഡിവൈസ് ഏതാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും പറ്റും. ഇതേപോലത്തെ നെറ്റ്വർക്ക് സ്കാനിങ് ആപ്ലിക്കേഷനുകൾ ഇന്ന് പ്ലേ സ്റ്റോറുകളിൽ ലഭ്യമാണ്. അത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മൊബൈലിൽ വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. പക്ഷേ മൊബൈലിൽ ചെയ്യുമ്പോൾ ഇത് ചെയ്ത് പരിചയമുള്ള ആളുകൾക്ക് വളരെ സിമ്പിളായിരിക്കും. അത് ആദ്യമായി ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് കൺഫ്യൂഷനുകൾ ബാക്കി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇതിൻ്റെ IP അഡ്രസ്സ് നമ്മൾ കണ്ടെത്തി നമ്മുടെ കമ്പ്യൂട്ടറുകളിലുള്ള ബ്രൗസറുകൾ, ഏത് ബ്രൗസറായാലും കുഴപ്പമില്ല, ഇതിലുള്ള ഏതെങ്കിലും ബ്രൗസറുകളിൽ പോയി ഈ IP അഡ്രസ്സ് അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പേജിലേക്കാണ് വരിക. അവിടെ നമ്മൾ അഡ്മിൻ എന്ന് യൂസർ ഐ ഡിയും അതിൻ്റെ പാസ്വേഡും ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിച്ചത് അത് കണക്ട് ചെയ്തുകൊണ്ട് അത് OK അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഒരു ഇൻ്റർഫേസിലേക്കാണ് കടന്നു വരുന്നത്. ഇവിടെയാണ് നമുക്ക് മൈനിങ് മെഷീനിൻ്റെ സംവിധാനങ്ങൾ കോൺഫിഗർ ചെയ്യേണ്ടതുള്ളത്. ഇത് തുടക്കത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സംവിധാനം ചെയ്യേണ്ടതുള്ളൂ. പിന്നെ എവിടെ മെഷീൻ എപ്പോൾ ഓണാക്കിയാലും ഇത് എപ്പോഴും നമുക്ക് മൈനിങ് നമ്മുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും.
ഇതിൻ്റെ മൈനിങ് സെറ്റിങ്സ് എന്ന ഭാഗത്ത് നമുക്ക് 3 കോളങ്ങളാണ് കാണുന്നത്. അത് ഒന്ന് തന്നെ 3 സ്ഥലത്ത് കൊടുത്താലും അല്ലെങ്കിൽ 3 വ്യത്യസ്ത മൈനിങ് പൂളുകളുടെ അഡ്രസ്സുകൾ ഇവിടെ കൊടുത്താലും നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് പൂളുകളുണ്ടെങ്കിലും അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പൂൾ എന്ന് പറയുന്നത് K1 പൂൾ എന്ന് തന്നെയാണ്. ഈ K1 പൂളിൽ അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾക്ക് അക്കൗണ്ട് എടുക്കാനുള്ള രജിസ്ട്രേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. ഇവിടെ വന്നുകൊണ്ട് നമുക്ക് മൈനർ സെറ്റിങ്സിൽ പോയി നമ്മുടെ മെഷീൻ ഈ ഐസ് റിവറുടെ മെഷീനുകളൊക്കെ കെ ഹെവി ഹാഷ് എന്ന് പറയുന്ന ആൽഗോരിതമാണ്. അവിടെ കെ ഹെവി ഹാഷ് എന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 കോയിനുകൾ നമുക്കവിടെ കാണാൻ കഴിയും. അത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതും ഏറ്റവും വിലപിടിപ്പുള്ളതുമായ കോയിൻ കാസ്പ എന്ന് പറയുന്ന കോയിനാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്കിവിടെ കാസ്പ എന്ന കോയിൻ സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ വാലറ്റ് അഡ്രസ്സ് താഴെ നിന്ന് കോപ്പി ചെയ്ത് അതും ഉപയോഗിക്കാം. അതേപോലെ അതിൻ്റെ TCP അഡ്രസ്സ് അവിടെ നിന്ന് തന്നെ കോപ്പി ചെയ്തെടുക്കാൻ കഴിയും. അവിടെ യൂറോപ്പ്, ചൈന, US എന്നൊക്കെ പറഞ്ഞ വ്യത്യസ്ത രാജ്യങ്ങളുടെ പേര് കാണിക്കും. ഇതിലേത് സെലക്ട് ചെയ്താലും മൈനിങ് ഏകദേശം ഒരേ സ്പീഡിലും ഒരേ രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അത് കോപ്പി ചെയ്ത് 1ാമത്തെ കോളത്തിലും വാലറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്ത് 2ാമത്തെ കോളത്തിലും കൊടുത്ത് 3ാമത്തെ കോളത്തിൽ പാസ്വേഡ് എന്നിടത്ത് ജസ്റ്റ് ഒരു 1 എന്ന സംഖ്യ അടിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നെറ്റ് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഡിസ്പ്ലേയോ ഒന്നും ഇതിനാവശ്യമില്ല. നമ്മളെ കൊടുത്തിട്ടുള്ള വാലറ്റിലേക്ക് കൃത്യമായിട്ട് തന്നെ അതിൻ്റെ ഏണിങ്സ് വരുന്നതായിരിക്കും. 30 കാസ്പ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ആകുന്ന സമയത്ത് അത് നേരെ നമ്മൾ മുൻകൂട്ടി ഇതിൻ്റെ പേ ഔട്ട് വാലറ്റിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വാലറ്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വിഡ്രോവൽ നടക്കുന്നതായിരിക്കും. ഞാൻ ഉപയോഗിക്കുന്നത് GetIO എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ചാണ്. ആ എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അതിൽ നമുക്ക് കാസ്പ എന്ന് പറയുന്ന കോയിനുണ്ട്. ആ കോയിൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് എടുത്തുകൊണ്ട് നമുക്ക് ഈ K1 എന്ന് പറയുന്ന K1 പൂളിൻ്റെ സെറ്റിങ്സിൽ കൊണ്ടുപോയി കൊടുത്താൽ പിന്നെ ഒരിക്കലും നമ്മൾ വിഡ്രോ ചെയ്യേണ്ടതില്ല. അത് 30 കാസ്പ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വിഡ്രോവൽ നടന്ന് നമ്മുടെ GetIO വാലറ്റിലേക്ക് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ മറ്റേതെങ്കിലും പൂളുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ 3 കോളങ്ങളുണ്ട്. അതിൽ മറ്റുള്ള കോളങ്ങളിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ നമുക്ക് K1 പൂൾ പ്രവർത്തനരഹിതമായാൽ നമുക്ക് മറ്റുള്ള പൂളുകൾ വർക്ക് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ K1 പൂളിൻ്റെ K1 ടൂൾ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അതിൻ്റെ വാലറ്റ് അഡ്രസ്സും അതുപോലെ സീക്രട്ട് കോഡും നമുക്ക് K1 പൂളിൻ്റെ സൈറ്റിൽ നിന്ന് ലഭിക്കും. അത് കൊടുത്തുകൊണ്ട് നമുക്ക് കൃത്യമായി നമ്മുടെ ഡിവൈസിനെ മോണിറ്റർ ചെയ്യാവുന്നതാണ്. അതിനെ എത്ര വരുമാനം കിട്ടി, ഇനി എത്ര കിട്ടാനുണ്ട്, പേ ഔട്ട് എത്ര വന്നു തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ K1 ടൂൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി കാണാൻ പറ്റും. അത് ഞാനിവിടെ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ ഓൺലൈനിലൂടെ നോക്കി യൂട്യൂബിലൊക്കെ നോക്കി പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫേംവെയർ എന്ന് പറയുന്ന ഇതിൻ്റെ ഉള്ളിലെ സോഫ്റ്റ്വെയർ എന്ന് വേണമെങ്കിൽ പറയാം. അത് വ്യത്യസ്തങ്ങളായ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ, തേർഡ് പാർട്ടി ഫേംവെയറുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ സ്പീഡ് കൂട്ടാൻ പറ്റും. അതെങ്ങനെയാണ് കൂട്ടുന്നതെന്നും അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്കുമൊക്കെ പിന്നീടൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് കാര്യമായി ഒരു മൈനിങ് മെഷീൻ വാങ്ങി അത് കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടത്. ഐസ് റിവർ എന്ന് പറയുന്ന മെഷീനിൻ്റെ പലതരത്തിലുള്ള വാറൻറ്റികൾ നമുക്ക് ലഭ്യമാണ്. KS3, KS3M, KS3L, KS1, KS2, KS0, KS0 Pro ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ മെഷീനുകളിലും ഇതേ സംവിധാനങ്ങൾ തന്നെയാണ് ചെയ്യാനുള്ളത്. മെഷീനിൻ്റെ ആകൃതിയിലും വലുപ്പത്തിലും സ്പീഡിലും അതിൻ്റെ മറ്റു കാര്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അത് കോൺഫിഗർ ചെയ്യേണ്ട രീതി ഇതുപോലെ തന്നെയാണ്. KS0 അല്ലെങ്കിൽ KS0 Pro എന്ന് പറയുന്ന 2 മെഷീനുകളും 1 കൊല്ലത്തിൻ്റെ മുകളിൽ ടൈം എടുക്കും നമുക്ക് ഏണിങ്സ് മുടക്കിയ കാശ് കിട്ടാൻ. മറ്റുള്ള മെഷീനിൽ 7 മാസം കൊണ്ട് ലഭിക്കുന്നതാണ്.